എനിക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചത് കുറഞ്ഞ സമയമാണ് ഞാൻ പ്രചരണം ചെയ്തത്. മലപ്പുറത്തിലും കോഴിക്കോടും ബേപ്പൂരും കൊടുവള്ളിയിലും കൊയിലാണ്ടിയിലും നാദാപുരത്തിലും അതുപോലെ കുന്നമംഗലത്തിലും. അപ്പോൾ എനിക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചത് വളരെ ആവേശപൂർവ്വം കേരളത്തിലെ ജനങ്ങൾ ഇപ്രാവശ്യം UDFനെ വിജയിപ്പിക്കാൻ വേണ്ടിയുള്ള എല്ലാ പ്രവർത്തനവും പിന്തുണയും ഉണ്ടാകും എന്നാണ് എൻ്റെ കാഴ്ചപ്പാട്. കേരളത്തിലെ ഭരണമാറ്റം UDFിലേക്കുള്ള ഭരണമാറ്റം ലക്ഷദ്വീപിന് കൂടുതൽ സഹായകരമാവും എന്നൊരു അഭിപ്രായമാണ്. തീർച്ചയായിട്ടും എപ്പോഴൊക്കെയാണ് കേരളത്തിൽ UDF ഭരിച്ചത്, അതുകൊണ്ട് ലക്ഷദ്വീപിലെ ജനങ്ങൾക്ക് ഉപകാരവും കിട്ടിയിട്ടേ ഉള്ളൂ. അത് ഏത് മേഖല എടുത്ത് നോക്കിയാലും നമുക്കെന്നും ഉപകാരപ്പെട്ടിട്ടുണ്ട് കേരളത്തിൽ UDF വന്ന കാലങ്ങളൊക്കെ. അതാണ് ചരിത്രം. ഇതുവരെ ചരിത്രം പരിശോധിച്ചാൽ അങ്ങനെയാണ്. ലക്ഷദ്വീപിൽ ഇപ്പോൾ കേന്ദ്ര സർക്കാർ ടൂറിസവുമായിട്ട് ബന്ധപ്പെട്ടും അല്ലാതെയും കുറേ പരിഷ്കരണങ്ങൾ വരുത്തുന്നുണ്ട്. പക്ഷേ ലക്ഷദ്വീപിലെ ആളുകൾ കൂടുതൽ ജനകീയ പ്രതിഷേധം അതിനെതിരെ വന്നുകൊണ്ടിരിക്കുകയാണ്. ജീവിതം ദുസ്സഹമാക്കുന്നു എന്നാണ് വിമർശനമുള്ളത്. ഇപ്പോൾ എന്താണ് ഇപ്പോഴത്തെ ഒരു സ്റ്റാറ്റസ്? ലക്ഷദ്വീപിലെ ജനങ്ങളെ ബാധിക്കുന്നുണ്ട് കേന്ദ്ര സർക്കാർ നീക്കങ്ങൾ? അത് ഈ അടുത്ത കാലത്ത് ലക്ഷദ്വീപ് ഭരണകൂടം മദ്യം ലക്ഷദ്വീപിലെ ഗസ്റ്റ് ഹൗസുകളിൽ വിതരണം ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ഉത്തരവിറക്കി. അതിന് ശക്തമായിട്ട് 10 ദ്വീപിലും കോൺഗ്രസ് പാർട്ടി പ്രതിഷേധിച്ചു. കോൺഗ്രസിൻ്റെ അധ്യക്ഷൻ നിലക്ക് ഞാനും കൂടെ ഉണ്ടായിരുന്നു. അത് മാത്രമല്ല, അത് പാർലമെൻറ്റിൽ ശക്തമായിട്ട് ഉന്നയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ലക്ഷദ്വീപിലെ ഭൂസംബന്ധമായിട്ടൊരു ഉത്തരവും കൂടി കഴിഞ്ഞ മാസം ഇറക്കിയിരുന്നു ലക്ഷദ്വീപ് ഭരണകൂടം. അതും വളരെ വ്യക്തമായിട്ട് ഞാൻ പാർലമെൻറ്റിൽ ഉന്നയിച്ചതാണ്. അത് യാതൊരു കാരണവശാലും ഈ രീതിക്കുള്ള ജനാധിപത്യത്തിനെതിരായിട്ടുള്ള ജനങ്ങൾക്കെതിരായിട്ടുള്ള മറ്റേ ഓർഡറുകൾ പിൻവലിക്കേണ്ടതാണ്, നടപ്പിലാക്കാൻ പാടില്ല. അത് പാർലമെൻറ്റിലും ഉന്നയിച്ചതാണ്. വേണ്ടി വന്നാൽ നമ്മൾ ഹൈക്കോർട്ടിലും ചാലഞ്ച് ചെയ്യുന്നതായിരിക്കും. ഈ പെട്രോളുമായിട്ട് ബന്ധപ്പെട്ട നിയന്ത്രണം വന്നിരുന്നു. ആഴ്ചയിൽ ഒരു ദിവസം പെട്രോൾ കിട്ടില്ല എന്നൊരു വിഷയം വന്നിരുന്നു. അപ്പോൾ ഈ മാർച്ച് മാസത്തിലാണെന്ന് തോന്നുന്നു. അപ്പോൾ അത്തരം കാര്യങ്ങൾ അതിൻ്റെ ഒരു ലക്ഷ്യം എന്താ? അത്തരം നിയന്ത്രണങ്ങളുടെ ഒരു ലക്ഷ്യം എന്തായിരിക്കും? ലക്ഷദ്വീപിൽ എല്ലാ പെട്രോൾ, ഡീസൽ, പെട്രോളിയം പ്രൊഡക്ട്സ് എല്ലാം വരുന്നത് പുറത്തുനിന്നായിരുന്നു പണ്ട്. പക്ഷേ ഇപ്പോൾ പെട്രോൾ പമ്പ് വിവിധ ദ്വീപിലും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അത് ഉണ്ടായാൽ തന്നെ അവിടെ സ്റ്റോക്ക് ചെയ്യേണ്ട പെട്രോളും പെട്രോളിയം പ്രൊഡക്ട്സും ഡീസൽസും ഒക്കെ വരുന്നത് വൻകരയിൽ നിന്നാണ്. ചില സമയത്ത് ട്രാൻസ്പോർട്ടേഷൻ്റെ വിഷയമായിരിക്കും, കാലാവസ്ഥ മോശമായിരിക്കും, ചില സമയത്ത് ബാത്ത് സ്പേസ് അലോട്ട്മെൻറ്റ് വിഷയമായിരിക്കും. ഇതൊക്കെ വിഷയങ്ങളാണ്. അപ്പോൾ അത് വരുമ്പോൾ ചില സമയത്ത് നമുക്ക് ഡിലേ ഉണ്ടാവും. അപ്പോൾ അതിന് ശക്തമായിട്ട് നമ്മൾ എല്ലാ ദ്വീപിലും സമരവും കാര്യങ്ങളൊക്കെ ചെയ്ത് ഉത്തരവാദപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെ നമ്മുടെ പാർട്ടിക്കാരും MP എന്ന നിലയ്ക്ക് ഞാൻ കണ്ട് സംസാരിച്ച് അതിനുള്ള പരിഹാരം കണ്ടിട്ടുണ്ട്. കൊച്ചിയിലൊരു സാധ്യത, കൊച്ചിയിൽ എങ്ങനെയാണ് മുഹമ്മദ് ഷിയാസിൻ്റെ ഒരു സാധ്യത? അത് പറയേണ്ട ആവശ്യമില്ല. കൊച്ചിയിൽ ഇൻഷാ അല്ലാഹ് ഷിയാസ് തന്നെ ആയിരിക്കും നമ്മുടെ സ്ഥാനാർത്ഥിയായിട്ട് ഇവിടുന്ന് ജയിച്ച് തിരുവനന്തപുരത്തേക്ക് നിയമസഭയിൽ കൊച്ചിയിലെ ജനങ്ങളെ പ്രതിനിധീകരിക്കുന്നു. അത്ര പ്രവർത്തനം അദ്ദേഹം ചെയ്തിട്ടുണ്ട് ജനങ്ങൾക്ക് വേണ്ടി. സംഘടനാപരമായിട്ടും പിന്നെ സോഷ്യലായിട്ടും ഒരുപാട് ആക്റ്റീവാണ് അദ്ദേഹം. ഇപ്പോൾ വളരെ സന്തോഷത്തിൽ, വളരെ ആവേശത്തിലാണ് ജനങ്ങളുള്ളത് അദ്ദേഹത്തിനെ MLA ആയിട്ട് കാണാൻ. UDFിൻ്റെ ഭൂരിപക്ഷത്തിനെ കുറിച്ച്? UDFിനെ ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ഇപ്രാവശ്യം നല്ല രീതിക്ക് ഭരണത്തിൽ കയറാനുള്ള എല്ലാ ലക്ഷണവും കാണുന്നുണ്ട്. ജനങ്ങൾ വളരെ ആവേശപൂർവ്വം 10 കൊല്ലത്തിൻ്റെ ദുർഭരണം അടുത്ത് മതിയായി അങ്ങനെ. താങ്ക് യു.